ഹായ് ഓൾ, ഇത് ഒരു ബട്ടർഫ്ലൈയുടെ ലാവയാണ്. ഇത് സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ചെടിയിൽ എപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇത് പുഴുവാണെന്ന് വിചാരിച്ച് ഞാനിതിനെ കൊന്നു കളയുമായിരുന്നു. പിന്നീട് ഒരു വീഡിയോ കാണാനിടയായി. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഇത് ബട്ടർഫ്ലൈ. ഒരു പരീക്ഷണം പോലെ ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ ഇന്നൊരു വീഡിയോയിൽ കണ്ടത് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലൊരു ടിന്നിലാക്കി വെച്ച് അതിനെ ആ ലാവയെ അതിനുള്ളിൽ വെച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിന് ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മൾ മോനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അച്ഛനും മോനും കൂടെ ആണ് ഇതൊക്കെ ചെയ്തത്. അത് കവർ ചെയ്ത് വെച്ച് അതിന് കുറച്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഡെയിലി നമ്മളിങ്ങനെ അതിന് ഇല ഫ്രഷ് ഇലകൾ കൊണ്ടു കൊടുക്കുമായിരുന്നു. നമ്മളിടുന്ന ഇലകൾ അത് മാക്സിമം കംപ്ലീറ്റ് ഏകദേശം കഴിച്ച് തീർക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും നമ്മളെ ഫ്രഷ് ഇലകൾ അതിന് കൊണ്ടു കൊടുക്കുമായിരുന്നു. മോനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനും ഈ ഇലയൊക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും വരുമായിരുന്നു. ഇങ്ങനെ കഴിച്ച് അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ചുരുണ്ട് അത് പ്യൂപ്പ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്യൂപ്പ സ്റ്റേജിൽ ഫസ്റ്റ് വൺ പ്യൂപ്പ സ്റ്റേജിലായി. പിന്നെ സെക്കൻഡ് വണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇലകൾ ഞങ്ങൾ വീണ്ടും ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോൻ എല്ലാ ദിവസവും വന്ന് ഇത് എന്താ അമ്മ ബട്ടർഫ്ലൈ ആവാത്തെ എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം മോൻ സ്കൂളിൽ പോയ ദിവസമാണ് ഇത് ബട്ടർഫ്ലൈ ആയത്. അവൻ പോയതിന് ശേഷമാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഇതിങ്ങനെ ആവുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിനെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര മോശമായി പോയിട്ടുണ്ട് എടുത്തത്. ആദ്യം അത് വിരിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും അത് പറന്നു പോകാൻ വേണ്ടി. അപ്പോൾ ആദ്യം ആൾ ചിറകിട്ടടിച്ച് കുറേ സമയം അങ്ങനെ നിന്നു. അതിന് ശേഷമാണ് പെട്ടെന്ന് പറന്നു പോയത്. അപ്പോൾ സെക്കൻഡ് വൺ ഇത് വിരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് താഴത്തോട്ട് കൊണ്ടുവന്നു. മോനുള്ള ദിവസമായിരുന്നു, മോനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെന്ന് നോക്കുമായിരുന്നു വിരിഞ്ഞ്. സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ കൊണ്ട് കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം അത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിരിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നു. കനക്കം കുറച്ച് കുറവായിരുന്നു. ആളെന്തായാലും എൻ്റെ മോൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് താഴത്തോട്ട് വന്നിരുന്നു.